നമസ്കാരം. കെമിക്കൽ സെക്ടറിലെയും ഡിഫൻസ് സെക്ടറിലെയും രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ദീപക് നൈട്രേറ്റ്. ദീപക് നൈട്രേറ്റ് കഴിഞ്ഞ ദിവസം 3.95% ഉയർന്ന് 2375 ക്ലോസിംഗ് നൽകി. 32,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 40.60, ഡിവിഡൻഡ് ഈൽഡ് 0.32%. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 2410. ദീപക് നൈട്രേറ്റിൻ്റെ വില 2375. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ 1730. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 9% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കെമിക്കൽ സെക്ടർ അണ്ടർ പെർഫോം ചെയ്യുന്നത് കൊണ്ടാകാം ദീപക് നൈട്രേറ്റ് 6 മാസം കൊണ്ട് വെറും 6% റിട്ടേൺ ആണ് നൽകിയത്. ഇയർ ടിൽ ഡേറ്റിൽ ദീപക് നൈട്രേറ്റ് 19% റിട്ടേൺ നൽകി. ദീപക് നൈട്രേറ്റും പെട്രോനെറ്റ് LNGയുമായി ചേർന്ന് ഒരു ലോങ് ടൈം ഡീലിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ദീപക് നൈട്രേറ്റിൻ്റെ സബ്സിഡറി കമ്പനിയായ ദീപക് ഫിനോലിക്സ് ലിമിറ്റഡും പെട്രോനെറ്റ് LNGയുമാണ് 15 വർഷത്തെ ഡീലിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഈ ഡീൽ പ്രകാരം പെട്രോനെറ്റ് LNG പ്രതിവർഷം 250 കിലോ ടൺ പ്രൊപ്പലീനും 11 കിലോ ടൺ ഹൈഡ്രജനും ദീപക് നൈട്രേറ്റിൻ്റെ സബ്സിഡറി കമ്പനിയായ ദീപക് ഫിനോലിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് സപ്ലൈ ചെയ്യും. ഇവിടെ കോമ്പറ്റേറ്റീവ് റേറ്റിൽ കോസ്റ്റ് എഫക്റ്റീവ് മാനറിൽ റോ മെറ്റീരിയൽസ് ലഭിക്കുന്നതുകൊണ്ട് ദീപക് ഫിനോലിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പെർഫോമൻസ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലത്തേക്ക് സപ്ലൈ ഓർഡർ ലഭിച്ചത് പെട്രോനെറ്റ് LNGയെ സംബന്ധിച്ച ഒരു പോസിറ്റീവുമാണ്. ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ, കൺസ്ട്രക്ഷൻ സെക്ടറിന് ആവശ്യമായ പ്രൊഡക്റ്റുകളും ഫിനോൾസും അസറ്റോണുമാണ് ദീപക് ഫിനോലിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ പെട്രോ കെമിക്കൽസിന് വേണ്ടി ഇമ്പോർട്ടഡ് പെട്രോ കെമിക്കൽസിനെ ആശ്രയിക്കാതെ ഡൊമസ്റ്റിക് പെട്രോ കെമിക്കൽ കമ്പനിയെ ആശ്രയിച്ചതും ഈ കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റുകളുടെ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവുകളുടെ ഭാഗമാകാനും ഈ ഡീൽ വഴി സാധിച്ചിട്ടുണ്ട്. ദീപക് നൈട്രേറ്റ് എന്ന കമ്പനി ഫൈൻ സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, പെർഫോമൻസ് പ്രോഡക്റ്റ്, ഫിനോലിക്സ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്നു. കമ്പനിയുടെ 62% റവന്യൂവും ഫിനോലിക്സിൽ നിന്നാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത്. ROE 22.7, ROCE 29.7. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനും നെറ്റ് പ്രോഫിറ്റും ഉയർന്നിരുന്നു. 12% നിന്നും 17% ഓപ്പറേറ്റിംഗ് മാർജിൻ ഉയർന്നത് മൂലം നെറ്റ് പ്രോഫിറ്റ് 180 കോടിയിൽ നിന്നും 205 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. ഓപ്പറേറ്റിംഗ് മാർജിൻ ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്രാവശ്യവും ക്വാർട്ടറിലെ റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് മാർക്കറ്റ് പൊതുവെ വിലയിരുത്തുന്നത്. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 24%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 11%, 4,315 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 67 കോടി രൂപയുടെ കടം മാത്രമാണുള്ളത്. റീസെൻ്റ്ലി FIS 8% നിന്നും സ്റ്റേക്ക് ഹോൾഡിംഗ് 6.4% കുറച്ചു. എന്നാൽ DIS 15.6% നിന്നും സ്റ്റേക്ക് ഹോൾഡിംഗ് 17.9% ഉയർത്തി. പബ്ലിക്കിന് 26% സ്റ്റേക്ക് ഹോൾഡിംഗും പ്രൊമോട്ടേഴ്സിന് 49.13% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. 2,350 എന്ന ലെവലിന് മുകളിൽ ദീപക് നൈട്രേറ്റിൽ ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞു. വരും സമയങ്ങളിൽ സ്റ്റോക്ക് 2,350 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 2,650, 2,850 തുടങ്ങിയ ടാർഗറ്റുകൾ ദീപക് നൈട്രേറ്റിൽ നിന്നും പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് എയിം ചെയ്യാം. 2,250 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 28,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 67.63. മറ്റുള്ള ഡിഫൻസ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ മാർക്കറ്റ് ക്യാപ്പിൽ ഉള്ള ഒരു സ്റ്റോക്കാണ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. അതേസമയം കമ്പനിക്ക് വളരെ വലിയ ഓർഡറുകൾ ലഭിക്കുകയും ചെയ്യുന്നു. റീസെൻ്റ്ലി അർമേനിയ എന്ന രാജ്യത്തേക്ക് ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 6,000 കോടി രൂപയുടെ ഡീലിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഒപ്പുവെച്ചിരുന്നു. ഭാരത് ഡൈനാമിക്സ് എന്ന കമ്പനി ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഡിഫൻസ് സെക്ടറിലെ കമ്പനിയാണ്. അർമേനിയ കൂടാതെ ബ്രസീൽ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ആകാശ് മിസൈൽ സിസ്റ്റത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ആകാശ് മിസൈലിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ BDL എന്ന സ്റ്റോക്കും ഫോക്കസിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളുമായി ഈ കമ്പനി ഡീലിൽ ഒപ്പുവയ്ക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾക്ക് ഉയർന്ന മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. റീസെൻ്റ്ലി ആകാശ് മിസൈൽ 4 അൺമാൻഡ് ഏരിയൽ ടാർഗറ്റുകളെ എൻഗേജ് ചെയ്ത് പബ്ലിക് ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ആകാശ് വെപ്പൺ സിസ്റ്റം DRDO ഡെവലപ്പ് ചെയ്തതാണെങ്കിലും BDL ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർമിയിലും എയർഫോഴ്സിലും നേവിയിലുമൊക്കെ ആകാശ് മിസൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ആകാശ് മിസൈലിൻ്റെ മെയിൻ്റനൻസ് ഓർഡറുകളും അതുപോലെ തന്നെ കോൺട്രാക്റ്റുകളും കമ്പനിക്ക് അടിക്കടി ലഭിച്ചുകൊണ്ടിരിക്കും.
ഈ ഒരു പശ്ചാത്തലത്തിൽ BDL എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം. സ്റ്റോക്ക് ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഏതെങ്കിലും കാരണവശാൽ സ്റ്റോക്ക് കറക്റ്റായി 1400 അടുത്ത് ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 1400 താഴെ ലഭിക്കുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് BDLനെ അക്കുമുലേറ്റ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്